അത് ഹബീബിന്റെ അവസാന ദിവസമായിരുന്നു. അഥവാ ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സുബഹി കഴിഞ്ഞു, സൂര്യൻ ഉദിച്ചു, സൂര്യന് അത് പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരുന്നു. ഏതാണ്ട് ദുഹയുടെ സമയമാകുമ്പോ ഹബീബിന്റെ നാഡീ നരമ്പുകൾ വരിഞ്ഞു മുറുകുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്, ആയിഷ ബീവി അവിടെയുണ്ട്. ആ ഫാത്തിമത്തു ബിദഅത്തു ഖബദി, ഫാത്തിമ എന്റെ കരളിന്റെ ഘട്ടമാണെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്റെ പുന്നാര മകളെ അടുത്തേക്ക് വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടക്കം പറഞ്ഞു, ഒരു രഹസ്യം പറഞ്ഞു. ആ രഹസ്യം കേട്ട മാത്രയിൽ ഫാത്തിമ ബീവി ഉറക്കെ കരഞ്ഞു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ പുന്നാര മോളെ ഹബീബ് വീണ്ടും അടുത്തേക്ക് വിളിച്ച് രണ്ടാമതും ഒരു രഹസ്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ മകൾ വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ആ മോൾ ഇതാ ചിരിക്കുവാൻ തുടങ്ങി. അടുത്ത ആയിഷ ബീവി നിൽക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിച്ചതെന്ന്. ആയിഷ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മോളെ എന്താണ് നിന്റെ ഉപ്പ നിന്നോട് പറഞ്ഞത്? ആദ്യം നിന്നോട് എന്തോ പറഞ്ഞപ്പോൾ നീ കരഞ്ഞുവല്ലോ മോളെ, എന്തേ നീ കരഞ്ഞത്? പിന്നെ നീ ചിരിച്ചുവല്ലോ മോളെ, എന്തേ നീ ചിരിച്ചത് എന്ന് ആ മകളോട് ചോദിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉമ്മക്ക് പറഞ്ഞു കൊടുക്കുന്നു, നബി ഓ ഉമ്മ, ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞത് സാറനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഖ്ബറനി അന്നഹു യുഖ്ബലു ഫീ വജഇഹി അല്ലദീ തുവഫിയ ഫീ. എന്റെ ഉപ്പ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണെന്നാണ് ആദ്യം എന്നോട് പറഞ്ഞത്. മോളെ, ഉപ്പ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയുമായി ഉപ്പ ഈ ലോകത്തോട് വിട ചോദിക്കുകയാണെന്ന് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞപ്പോൾ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫബക്കൈത്, എന്റെ ഉപ്പ വേർപിഴിയുകയാണെന്ന് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞതാണുമ്മ, ഞാൻ കരഞ്ഞുപോയുമ്മ. ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ രണ്ടാമത് എന്റെ ഉപ്പ വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഫഖ്ബറനി അന്നി അവ്വലു അഹ്ലി ബൈതിഹി അത്ബഉഹു ഫളഹ്തു. ഈ കുടുംബത്തിൽ നിന്ന് അഥവാ പ്രവാചകന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി പ്രവാചകനോട് എത്തിച്ചേരുക, ഈ കുടുംബത്തിൽ നിന്ന് ഈ റസൂലിന്റെ കാലശേഷം ആദ്യമായി ഈ ദുനിയാവ് വിട്ടു ചെല്ലുക അത് ഞാനായിരിക്കും എന്നെന്റെ ഉപ്പ എന്നോട് പറഞ്ഞു. മോളെ, നീ ആയിരിക്കും എന്റെ മരണശേഷം ആദ്യമായി ഈ കുടുംബത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട് ഖബറിലേക്ക് എത്തുക എന്നെന്റെ ഉപ്പ എന്നോട് പറഞ്ഞപ്പോൾ ഫളഹിഖ്തു, ഞാൻ ചിരിച്ചതാണ്. അതെനിക്ക് വല്ലാത്ത സന്തോഷമുണ്ടാക്കി ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ മകളോട് മരണവാർത്ത അറിയിച്ച് നിൽക്കുമ്പോൾ മകൾ ഇങ്ങനെ നോക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ വേദനയുടെ അടയാളങ്ങൾ കാണിക്കുന്നു, പ്രകടിപ്പിക്കുന്നു. മകൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ആ പുന്നാര മകൾ അവിടെ വെച്ചുകൊണ്ട് പറയുന്നു, കർബ അബാ വാ കർബ അബാ, ഉപ്പാ എന്ത് പ്രയാസമാണ് ഉപ്പ അനുഭവിക്കുന്നത്. ആ പ്രയാസം കണ്ട് ഈ മകൾക്ക് സഹിക്കുന്നില്ല ഉപ്പ, ഈ മകൾക്ക് താങ്ങാൻ കഴിയുന്നില്ല ഉപ്പ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വേദന കണ്ട് വിഷമിക്കുന്ന മകളോട് പറയുന്നു, മോളെ ഒരിക്കലും നീ വിഷമിക്കണ്ട. ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം. മോളെ, ഇന്ന് റബീഉൽ അവ്വൽ 12 ആണ്. ഈ ഉപ്പ ഏറ്റവും ശക്തമായ വേദന അനുഭവിക്കുകയാണ് മോളെ. ഈ ദിവസം കഴിഞ്ഞാൽ നാളെ റബീഉൽ അവ്വൽ 13 ആണെങ്കിൽ ആ 13-ൽ ഉപ്പക്ക് വേദനയില്ല മോളെ. റബീഉൽ അവ്വൽ 14-ന് ഉപ്പക്ക് വേദനയില്ല മോളെ. ഉപ്പയുടെ അവസാന വേദന ഉപ്പ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ. ഉപ്പയുടെ വേദന, ആ വേദന ഉപ്പ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ. ഉപ്പയുടെ അവസാന വേദനയാണ് മോളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വേദന സഹിക്കാൻ കഴിയുന്നില്ല ഹബീബിന്. ആ വേദന അങ്ങേറ്റം കഠിനമായപ്പോൾ ആയിഷ ബീവിയെ വിളിച്ചിട്ട് നബി പറയുകയാണ്, യാ ആയിഷ, യാ ആയിഷ, മാ അസാലു അജ്ദു അലമ തആമിൽ ലദി അകൽതു ബി ഖൈബറ ഫഹാദാ അവാനു വജത്തുൻ ഗിതാ അബ്ഹരി മിൻ ദാലിക സും. യാ ആയിഷ, അന്ന് ഖൈബറിൽ നിന്ന് ഞാൻ മടങ്ങുമ്പോ, ബിശ്റിനോടൊപ്പം മടങ്ങുമ്പോ ആ ജൂതപ്പെണ്ണെന്നെ വിളിച്ചല്ലോ ആയിഷ. ആടിന്റെ പുറകിൽ ഉഗ്രവിഷം പുരട്ടിയിട്ട് എന്നെ ഊട്ടാൻ വിളിച്ചല്ലോ ആയിഷ. അവിടെ ചെന്ന് ബിശ്ർ അതിൽ നിന്ന് കഴിച്ചല്ലോ, അപ്പോൾ തന്നെ വീണ് മരിച്ചല്ലോ ആയിഷ. ഞാൻ എന്റെ വായിലേക്ക് എടുത്തു വെച്ചെങ്കിലും ഞാൻ ഉള്ളിലേക്ക് ഇറക്കാതെ തുപ്പിയല്ലോ ആയിഷ. എങ്കിലും അതിൽ നിന്നൊരു അംശം ഉമിനീരിലൂടെ എന്റെ ഉള്ളിലേക്ക് കടന്നിരുന്നു ആയിഷ. അന്ന് ആ ഖൈബറിൽ വെച്ചുകൊണ്ട് ആ ജൂതപ്പെണ്ണ് എനിക്ക് കൂട്ടിയ വിഷം എന്റെ രക്തത്തിൽ കലർന്നിട്ട് ഇപ്പോൾ എന്റെ നാഡീ നരമ്പുകളെ വെട്ടിമുറിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു ആയിഷ. ആ വേദന ഈ ഘട്ടത്തിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് ആയിഷ. എന്റെ നാഡീ നരമ്പുകൾ മുറിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു ആയിഷ. ആ വിഷത്തിന്റെ കാഠിന്യം ഇപ്പോഴും എന്റെ രക്തത്തിലൂടെ പടർന്നുകൊണ്ടിരിക്കുന്നു ആയിഷ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വേദനയുടെ കാഠിന്യം അവിടെ വെച്ചുകൊണ്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ അറിയിക്കുകയാണ്. മാന്യ സഹോദര, ഹബീബിന് ഒരു പുതപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതച്ചു കിടക്കുകയാണ്. നബി ആ പുതപ്പെടുത്ത് മുഖത്തേക്ക് വലിച്ചിടുന്നുണ്ട്. എന്നിട്ട് ആ അസ്വസ്ഥമാകുമ്പോ ആ പുതപ്പ് നീക്കിക്കളയുന്നുണ്ട്. വീണ്ടും അത് വലിച്ചിടുന്നു.
പറയുന്നുണ്ട്. ആ രൂപത്തിൽ നബി അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെഞ്ചുണ്ടുകൾ ചലിക്കുന്നത് ആയിഷ ബീവി ശ്രദ്ധിക്കുകയാണ്. ആ വേദനയുടെ കാഠിന്യത്തിലും ഹബീബ് എന്തോ പറയുന്നുണ്ട്. ആയിഷ ബീവി എന്താണെന്ന് കേൾക്കാൻ ആയിഷ ബീവിയുടെ ചെവി അതേ റസൂലുള്ളാഹിന്റെ ചുണ്ടിനോട് അടുപ്പിക്കുമ്പോ അവിടെ കിടന്നുകൊണ്ട് ഹബീബ് ഈ ലോകത്ത് നിന്ന് യാത്രയായി കൊണ്ടിരിക്കുന്ന വേളയിലും ആ നേതാവ് പറയുന്നു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദ നസ്രാക്കൾ അല്ലാഹുവിന്റെ ശാപത്തിനും കോപത്തിനും വിധേയരായത് അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയത് കൊണ്ടാണ് ജനങ്ങളെ. ആയിഷ ബീവി പറയാണ്, എന്തേ ഹബീബ് വഫാത്തായി കൊണ്ടിരിക്കുന്ന വേളയിലും ആ വാചകം ഇങ്ങനെ പറയുന്നത്, യുഹദ്ദിറു മാ സനഉ. ഹബീബിന്റെ കാര്യത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന പേടി കൊണ്ടാണ് ആ വേദനക്കിടയിലും ഹബീബ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നേതാവ് അത് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പിന്നെയും നബി പറയുന്നുണ്ട്, അസ്സലാ അസ്സലാ അസ്സലാ, നമസ്കാരം നമസ്കാരം നമസ്കാരം. വമാ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ അടിമകളുടെ കാര്യവും നിങ്ങളുടെ അടിമകളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുത്, അവരോട് നിങ്ങൾ അനീതി കാണിക്കരുത്. മരണക്കിടക്കയിൽ കിടന്നും ലോകത്തിന്റെ നേതാവ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഏതാണ്ട് അവിടെ ഒരു ളുഹയുടെ സമയമായി, ഒരു ഇളയുച്ചയുടെ സമയമായി. ആ സമയമായപ്പോ മഹദി ആയിഷ ബീവി പറയുകയാണ്, ലോകത്തൊരാളും അനുഭവിച്ചിട്ടില്ലാത്ത നിഅമത്ത് അനുഭവിച്ചവളാണ് ഞാൻ. ലോകത്താർക്കും കിട്ടിയിട്ടില്ലാത്ത അനുഗ്രഹത്തിന് വിധേയമായവളാണ് ഞാൻ. ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, എനിക്ക് അല്ലാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് തൂഫിയ ഫീ ബൈതി വഫീ യൗമി വഫീ സഹരി വനഹരി. മഹദി ആയിഷ ബീവി പറയുന്നു, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉലുൽ അസ്മുകളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലിവാഉൽ ഹംദിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അശ്ശഫാഅത്തുൽ ഉലമാ എന്ന ഉന്നതമായ ശുപാർശക്ക് നായകത്വം വഹിക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൗദുൽ കൗസർ, ആ ഹൗദുൽ കൗസറിൽ നിന്ന് വിശ്വാസികൾക്ക് വെള്ളം കോരിക്കൊടുക്കുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യമായി സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് അകത്തേക്ക് കടക്കുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് യാത്രയായത് അതേ എന്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ്. ആയിഷ ബീവി പറയാണ്, ഫീ ബൈതി, എന്റെ മുറിയിൽ, എന്റെ റൂമിൽ, എന്റെ ഹുജറയിൽ വെച്ചുകൊണ്ടാണ് ഹബീബ് വഫാത്താകുന്നത്. വഫീ യൗമി, എനിക്ക് വേണ്ടി നീക്കിവെച്ച ദിവസത്തിലാണ് ഹബീബ് വഫാത്താകുന്നത്. വബൈന സഹരി വനഹരി, എന്റെ മാറിടത്തിൽ കിടന്നുകൊണ്ടാണ്, എന്റെ മാറിടത്തിൽ തലവെച്ചുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് യാത്രയായത്. മാത്രമല്ല എനിക്ക് റബ്ബ് ചെയ്തു തന്ന മറ്റൊരു നിഅമത്തുണ്ട്. അതെന്താണെന്നറിയുമോ? വഅന്നല്ലാഹ ജമഅ ബൈന റീഖിഹി വരീഖിഹി ഇൻദ മൗതിഹി. ഹബീബ് വഫാത്താകുന്ന വേളയിൽ എന്റെ ഉമനീരും ഹബീബിന്റെ ഉമനീരും ഒന്നു ചേരുകയുണ്ടായി. നല്ലവളായ ഒരു ഭാര്യ തന്റെ പ്രിയതമനായ ഭർത്താവിനെ സംബന്ധിച്ച നല്ല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് പറയുകയാണ്, മരണവേളയിൽ എന്റെ ഉമനീരും ലോകത്തിന്റെ നേതാവിന്റെ ഉമനീരും ഒന്നു ചേരുകയുണ്ടായി. എങ്ങനെയെന്നറിയുമോ? അവർ വിശദീകരിക്കുകയാണ്, ദഖല അലയ്യ അബ്ദുറഹ്മാൻ, എന്റെ വീട്ടിലേക്ക് ആ നേരത്താണ് അബ്ദുറഹ്മാൻ കടന്നു വന്നത്. വബിയദിഹി സിവാക, എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അബ്ദുറഹ്മാന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു. വാന മുസ്നിദത്തുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഞാനിതാ എന്റെ മാറ് കൊണ്ട് ചാരി നിർത്തിയിരിക്കുകയാണ്. എന്റെ മാറിൽ ഹബീബ് കിടക്കുമ്പോ അതേ ഫറഅയ്തുഹു, ഞാൻ എന്റെ നേതാവിനെ ഒന്ന് നോക്കുമ്പോ ഞാൻ കണ്ടു, യൻദുറു ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാന്റെ കയ്യിലുള്ള മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നത് ഞാൻ കണ്ടപ്പോ അറഫ്തു അന്നഹു യുഹിബ്ബു സിവാക, എനിക്ക് മനസ്സിലായി നേതാവിന്, ആ എന്റെ പ്രിയതമന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മിസ്വാക്ക് ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് മനസ്സിലായി. ഞാൻ നബിയോട് ചോദിച്ചു, ആഖുദുഹു ലക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ മിസ്വാക്ക് ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ നെഞ്ചിൽ കിടന്നിട്ട് ഫഅശാറ ബിറഅസിഹി അന്നാം, തലയാട്ടിക്കൊണ്ട് ആംഗ്യം കാണിച്ചു എനിക്കത് വേണമെന്ന്. ഞാൻ എന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് മിസ്വാക്ക് വാങ്ങിയിട്ട് ഹബീബിന്റെ പല്ലിങ്ങനെ വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോ അത് ഹാർഡായി അനുഭവപ്പെട്ടു, പരിക്കനായി അനുഭവപ്പെട്ടു. അങ്ങനെ ഹബീബിന് അത് പ്രയാസമാകുന്നു എന്ന് തോന്നിയപ്പോ ഞാൻ നബിയോട് ചോദിച്ചു,
ഉലയ്യിനുഹു ലക യാ റസൂലല്ലാഹ്, ഓ നബിയെ ഞാൻ നിങ്ങൾക്ക് സോഫ്റ്റ് ആക്കി തരട്ടെയോ, ആ മിസ്വാക്കിന്റെ കൊള്ളി ഞാൻ നിങ്ങൾക്ക് സോഫ്റ്റ് ആക്കി തരട്ടെയോ എന്നെ നേതാവിനോട് ചോദിക്കുമ്പോ ഫഅശാറ ബിറഅസിഹി അൻഅം, തലയാട്ടിക്കൊണ്ട് അതേ എനിക്ക് സോഫ്റ്റ് ആക്കിയാലും ആയിഷ എന്നിങ്ങനെ തലയാട്ടിക്കൊണ്ട് ഹബീബ് പറയുമ്പോ ഞാൻ എന്റെ വായിലിട്ട് പല്ലുകൊണ്ട് കടിച്ചിട്ട് ആ മിസ്വാക്കിന്റെ കൊള്ളി അങ്ങ് സോഫ്റ്റ് ആക്കിയിട്ട് ഹബീബിന്റെ പല്ലിലേക്ക് അങ്ങ് വെക്കുമ്പോ വഅന്നല്ലാഹ ജമഅ ബൈന റീഖി വറീഖിഹി ഇൻദ മൗതിഹി, എന്റെ ഉമിനീരും ഹബീബിന്റെ ഉമിനീരും ആ വേളയിൽ ഒന്ന് ചേർന്നു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അങ്ങനെ ഹബീബ് ആ മിസ്വാക്ക് ചെയ്തിട്ട് അവിടെ കിടക്കുമ്പോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു റിക്വയുണ്ട്, റിക്വ അഥവാ തോല് കൊണ്ടൊരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. അത് ഹബീബിന്റെ സമീപത്ത് കൊണ്ടുപോയി ഉമർ റളിയല്ലാഹു അൻഹു വെച്ച് കൊടുക്കുമ്പോ ഫജഅല യുദ്ഖിലു യദൈഹി ഫിൽ മാ, മഹാനായ റസൂലുള്ളാഹ് ആ വെള്ളത്തിലേക്ക് കൈയിട്ടിട്ട് ഫയംസഹു ബിഹിമാ വജ്ഹഹു, റസൂലുള്ളാഹ് ആ നനഞ്ഞ കൈകൊണ്ട് മുഖം തടവുകയാണ്. മുഖം തടവിയിട്ട് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓ മുസ്ലിമേ, ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിമേ, നാളെ ഇത് കേൾക്കുന്ന മുസ്ലിമേ, എന്റെ നേതാവ്, നിങ്ങളുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 ദുഹയുടെ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി സകറാത്ത്, ഇന്നലിൽ മൗതി സകറാത്ത്, ഇന്നലിൽ മൗതി സകറാത്ത്, ഇന്നലിൽ മൗതി സകറാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത അസഹനീയമായ ഭാവമുണ്ട്, മരണം സഹിക്കാൻ കഴിയുന്നതല്ലേ. ഇന്നലിൽ മൗതി സകറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടന്നത് പറയുകയാണ്. എന്നിട്ടോ ആകാശത്തിലേക്ക് വിരൽ ഉയർത്തി റസൂലുള്ളാഹി പറയുകയാണ് ഇലർ റഫീഖിൽ അഅ്ലാ, ഇലർ റഫീഖിൽ അഅ്ലാ, ഇലർ റഫീഖിൽ അഅ്ലാ. ആ സമയത്ത് ഹബീബിന്റെ അടുക്കൽ മാലാഖമാർ അണിനിരന്നു പോയി, മലക്കുകൾ അണിനിരന്നു പോയി. ആ ഹബീബിന്റെ റൂഹ് എടുക്കാനുള്ള ആളുകൾ, മലായിക്കത്തുകൾ അണിനിരന്നു പോയി. ആ ഹബീബ് വാനലോകത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്, എന്നോട് കരുണ കാണിക്കണേ അല്ലാഹ്, റഫീഖുൽ അഅ്ലയിലേക്ക്, ആ ഉന്നതമായ ആ കൂട്ടുകാരിലേക്ക് എന്നെ ഉയർത്തണേ അല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആയിഷ ബീവി പറയുന്നു എന്റെ നെഞ്ചിൽ നിന്ന് ഹബീബിന്റെ തല നിലത്തേക്ക് വീണുപോയി. ഞാൻ ആ തല രണ്ടാമത് എടുത്തു നോക്കുമ്പോ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ലോകത്തിന്റെ നേതാവ് ഈ ലോകത്ത് നിന്ന് യാത്രയായിരുന്നു, ഹബീബിന്റെ റൂഹ് വേർപെട്ടിരുന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് കീഴടങ്ങിയിരുന്നു. എപ്പോഴാണ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ആ വേദന കടിച്ചമർത്തി ഹബീബിന്റെ റൂഹ് റസൂലുള്ളാഹിയിൽ നിന്ന് അതേ ഉയരുകയാണ്, വാനലോകത്തേക്ക് റഹ്മാനായ റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവുകയാണ്. മുഅ്മിനെ മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രയാസം, ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് ഹബീബിന്റെ വഫാത്താണ്, ഹബീബിന്റെ വേർപാടാണ്, ഹബീബ് നിനക്ക് നഷ്ടപ്പെട്ടതാണ്. പക്ഷേ മുസ്ലിം ഉമ്മത്ത് അത് ഉൾക്കൊണ്ടോ? എന്റെ മാന്യ മുഅ്മിനുകൾ, മഹല്ല് കമ്മിറ്റിക്കാർ, ഖതീബുമാർ, ഖാളിയമാർ, മുതഅല്ലിമീങ്ങൾ, നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ആഘോഷിച്ചില്ലേ? നന്നായിട്ട് ആഘോഷിച്ചില്ലേ? നന്നായിട്ട് നമ്മളെല്ലാവരും ആഘോഷിച്ചില്ലേ? ഓരോ മഹല്ല് കമ്മിറ്റി ആഘോഷിച്ചില്ലേ? ഖാളിയമാർ നേതൃത്വം നൽകിയില്ലേ? ഖതീബുമാർ നേതൃത്വം നൽകിയില്ലേ? റബ്ബിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ കോർട്ടിൽ വരില്ലേ ഈ മഹല്ല് കമ്മിറ്റിക്കാരൻ, ഈ ഖതീബ്, ഈ ഖാളി? അള്ളാഹുവിന്റെ മുന്നിൽ, നാഥന്റെ മുന്നിൽ വരില്ലേ? മാന്യ സഹോദര, ഏത് ന്യായ പറയുക? എന്ത് ന്യായമാണ് പറയുക? എന്ത് ന്യായം പറയണം? എന്ത് ന്യായം വിശദീകരിക്കും പടച്ചവന്റെ മുന്നിൽ വന്നിട്ട്? ഞാൻ സന്തോഷിച്ചു എന്നോ? റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചു എന്നല്ലേ? സന്തോഷിച്ചു, ആഘോഷിച്ചു എന്ന് അല്ലേ? അതല്ലേ ഉസ്താദ് പറഞ്ഞത്, ഖാളി പറഞ്ഞത്, ഖതീബ് പറഞ്ഞത്, മഹല്ല് കമ്മിറ്റി പറഞ്ഞത് അല്ലേ? എന്നിട്ട് തെരുവോരങ്ങൾ അലങ്കരിച്ചിട്ട് ബഹളം വെച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചില്ലേ? കേക്ക് മുറിച്ചില്ലേ? കുതിരപ്പുറത്ത് കയറിയിട്ട് ആനയിച്ചില്ലേ? എന്തെല്ലാം മുസ്ലിം ഉമ്മത്ത് കാട്ടിക്കൂട്ടി. മക്ക കാറിന്റെ മുകളിൽ കയറിപ്പോയി, മദീനയുടെ ഖുബ്ബ കാറിന്റെ മുകളിൽ കയറിപ്പോയി. റബീഉൽ അവ്വൽ 12 എന്തിന് സന്തോഷിച്ചത്രേ, ആനന്ദിച്ചത്രേ? ആലോചിച്ച് നോക്കും, മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് ആരാ ഇത് ചെയ്യിച്ചത്? ഇല്ലെങ്കിൽ പറയട്ടെ,
ഈ മൗലവി പറഞ്ഞത് ശരിയല്ല. റസൂൽ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നല്ല, റസൂലുള്ള വഫാത്തായത് ഹിജ്റ 11-നല്ല, റസൂലുള്ള വഫാത്തായത് റബീഉൽ അവ്വൽ 12-നല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന, പറയാൻ കഴിയുന്ന ആർക്കും വരാം ഈ സ്റ്റേജിലേക്ക്. ഞാൻ ഇപ്പോഴല്ല ഈ പ്രസംഗം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അത് ചരിത്രപരമായി തെളിയിക്കാൻ പറ്റില്ല, വെറുതെ പറയാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ ലോകത്ത്? ഉണ്ടെങ്കിൽ അവർക്ക് വരാം, ധൈര്യസമേതം കടന്നു വരാം, എന്നിട്ട് പറയാം തെളിവ് ധരിച്ച്, അല്ല മൗലവി റസൂലുള്ള വഫാത്തായത് റബീഉൽ അവ്വൽ 12-നല്ല അല്ല എന്ന് പറയോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല മാന്യ സഹോദരങ്ങൾ. ചരിത്രത്തിന്റെ പിൻബലമുള്ള, ഹദീസുകളുടെ പിൻബലമുള്ള, ഇസ്ലാമിക ചരിത്രത്തിന്റെ പിൻബലമുള്ള അടിസ്ഥാനപരമായ ഒരു അറിവാണിത്. എന്റെ നേതാവ് വേർപെട്ടു പോയത് റബീഉൽ അവ്വൽ 12-നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പോയി ഇത് പ്രസംഗിച്ചു. ഇന്നലെയും ഒരു പരിപാടിക്ക് ഞാൻ അവിടെ ചെന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുപമ വ്യക്തിത്വം എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഇന്നലെ ചെല്ലുമ്പോ ഒരു പോസ്റ്റർ അവിടെ പൊക്കി വെച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ ഒരു ജംഗ്ഷനിൽ. എന്താണെന്നറിയോ പോസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത്? ദുഃഖാചരണം 3 ദിവസമേ പാടുള്ളൂ, ദുഃഖം 3 ദിവസത്തിൽ കൂടുതൽ ആചരിക്കുന്നവൻ മുസ്ലിം അല്ല. മറുപടി എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയോ? ദുഃഖാചരണം 3 ദിവസമേ ഉള്ളൂ, 3 ദിവസത്തെക്കാൾ ദുഃഖം ആചരിക്കുന്നവൻ മുസ്ലിം അല്ല. എന്നുവെച്ചാൽ എന്തായാലും അർത്ഥം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ പേര് ദുഃഖാചരണം 3 ദിവസമേ പറ്റുള്ളൂ, 3 ദിവസത്തേക്കാൾ കൂടുതൽ ദുഃഖാചരണം പറ്റൂല. ദുഃഖാചരണം 3 ദിവസം തന്നെ ഉള്ളൂ, പക്ഷെ ദുഃഖം 3 ദിവസമല്ല. ആരാ അത് പറഞ്ഞത്? ദുഃഖം 3 ദിവസമാണ്. ഹബീബിന്റെ വഫാത്തിന്റെ പേരിൽ ദുഃഖിക്കേണ്ടത് 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖിക്കാൻ പാടില്ല, അവൻ മുസ്ലിം അല്ല എന്ന് പറയാൻ ധൈര്യമുള്ളവൻ ആരാണ്? ആരുമില്ല. നീ വേണ്ട വാദത്തിനത് സമ്മതിച്ചാൽ ഈ റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ അടുത്ത മാസം ഏതാ? റബീഉൽ ആഖിർ അല്ലേ? റബീഉൽ ആഖിർ എന്താ ഇപ്പൊ ചെയ്യാം മുസ്ലിം ഉമ്മത്ത്? എന്താ മുസ്ലിം ഉമ്മത്ത് റബീഉൽ ആഖിർ ചെയ്യാൻ പോണേ? ആണ്ട് ആഘോഷിക്കും. ആരുടെ ആണ്ട്? മുഹീദ്ദീൻ ശൈഖിന്റെ ആണ്ട്. 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പറ്റോ? 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പറ്റോ? ബാപ്പയുടെ ആണ്ട് നടത്താണ്, ബാപ്പയുടെ 40 നടത്താണ്, ബാപ്പയുടെ 7 നടത്താണ്, ഉമ്മാന്റെ ആണ്ട് നടത്താണ്, ഉമ്മാന്റെ 40 നടത്താണ്, ഉമ്മാന്റെ 7 നടത്താണ്. 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പറ്റോ? ലോകത്തിന്റെ നേതാവിന്റെ പേര് പറയുമ്പോൾ മാത്രം 3 ദിവസം ദുഃഖാചരണം, പിന്നെ ദുഃഖമില്ല, പിന്നെ പ്രയാസമില്ല. സന്തോഷിച്ചോളാൻ അള്ളാഹ് പറഞ്ഞത്. പടച്ചവന്റെ പേരിൽ കളവ്, അള്ളാഹിന്റെ പേരിൽ കളവ്, സന്തോഷിച്ചോ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12 നിങ്ങൾ ആനന്ദിച്ചോളാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയായ ഒരു ദിവസത്തെ സന്തോഷിക്കാൻ അള്ളാഹ് പറയോ? സ്വഹാബത്ത് പറയോ? ഇല്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഇദാ ദകർത മുസീബതൻ തസ്ലു ബിഹാ ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദി. നിന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം നിനക്കുണ്ടായാലും അള്ളാഹ് നിനക്ക് 5 മക്കളെ തന്നിട്ട് നിന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ആ മക്കൾ ചതഞ്ഞു മരിച്ചാലും, ആ മക്കളുടെ ആ മയ്യത്ത് നീ നോക്കി നിൽക്കേണ്ടി വന്നാലും, നിന്റെ വീട്ടിലേക്ക് തീ ആളിപ്പടർന്നിട്ട് വൃദ്ധരായ നിന്റെ മാതാപിതാക്കൾ അതിൽ കത്തിക്കരിഞ്ഞു പോയാലും, ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിന്റെ മാറാലെ കുടുക്കിലേക്ക് നിന്റെ ജീവിതം വലിച്ചെറിയപ്പെട്ടാലും, എന്ത് പ്രയാസം നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും മോനെ നീ ഓർക്കണം എന്ത്? ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, ഹബീബ് വഫാത്തായി പോയല്ലോ, ഹബീബ് എനിക്ക് നഷ്ടപ്പെട്ടല്ലോ. അതിനേക്കാൾ വലുതല്ലല്ലോ എന്റെ മക്കൾ, അതിനേക്കാൾ വലുതല്ലല്ലോ എന്റെ മാതാപിതാക്കൾ, അതിനേക്കാൾ വലുതല്ലല്ലോ എന്റെ സമ്പത്ത്, അതിനേക്കാൾ വലുതല്ലല്ലോ എന്റെ ഭവനം എന്നോർത്തുകൊണ്ട് നീ സമാധാനിച്ചോ, ക്ഷമിച്ചോ എന്ന് അതേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആശയം അത് മുസ്ലിം ഉമ്മത്ത് ഉൾക്കൊണ്ടോ? ഞാൻ നിങ്ങൾ ഉൾക്കൊണ്ടോ മാന്യ സഹോദരങ്ങളെ? അത് ഉൾക്കൊണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമായിരുന്നോ? കേക്ക് മുറിക്കുമായിരുന്നോ? കേക്ക് മുറിക്കുമായിരുന്നോ? പണ്ടൊക്കെ ക്രിസ്മസിന് ആളുകൾ കേക്ക് മുറിച്ചത് മാദല്ലാ നമ്മുടെ സമുദായം മീലാദ് കേക്ക് ഉണ്ടാക്കി മുറിച്ചു ഈ റബീഉൽ അവ്വലിൽ. നബി പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, ലതത്തബഅന്ന സനന മൻ കാന ഖബലകും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ എന്റെ സുന്നത്ത് മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ പിൻപറ്റും. നബി പറയാൻ ഏറ്റവും ഉന്നതമായ ഞാൻ പഠിപ്പിച്ച സുന്നത്തിനെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളുടെ സുന്നത്തിനെ നിങ്ങൾ പിൻപറ്റും. ശിബറം ബിശിബിരിൻ ബിശിബിരിൻ ദിറാഅൻ ബിദിറാ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി. എത്രത്തോളം? ഹത്താ ലൗ ദഖലു ജുഹ്റ ലബ്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരുത്തൻ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ആ രംഗത്ത് വരെ നിങ്ങൾ അവരെ പിൻപറ്റും. സഹാബത്ത് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെന്നത് കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് അൽ യഹൂദ വന്നസാറ, ജൂത ക്രിസ്ത്യാനികളെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ? നിങ്ങളുടെ മാർഗം, നിങ്ങളുടെ സുന്നത്ത്, നിങ്ങൾ പഠിപ്പിച്ച ചര്യ വിട്ടിട്ട് യഹൂദികളുടെയും നസറാക്കളുടെയും ചര്യ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ നബിയെ തങ്ങൾ പറയുന്നത്? നബി തിരിച്ചു ചോദിച്ചു, ഖാല ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ്? യഹൂദികളോ ക്രിസ്ത്യാനികളോ അവരുടെ ജീവിതത്തിൽ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് തുറന്നു കയറുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്കുക, നബിയുടെ പേരിൽ പുൽക്കൂടുണ്ടാക്കാനും നബിയുടെ പേരിൽ കേക്ക് മുറിക്കാനും ഒരുങ്ങി പുറപ്പെട്ട മുസ്ലിമേ, നിങ്ങൾ ചിന്തിക്കണം, എപ്പോഴാണ് മുറിച്ചത്? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച.
ആ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, ആ വഫാത്ത് സംഭവിച്ച ദിവസമല്ലേ? സഹാബത്ത് വിഷമിച്ചില്ലേ? അവർ സഹിച്ചോ? അവർക്ക് സഹിക്കാൻ കഴിയുന്നോ? ഇമാം ബുഖാരി ധരിച്ചൊരു ഭാഗമുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഭാഗം. എന്നറിയോ? ആ ഹബീബ് വേർപെട്ടു പോകുമ്പോ, ഹബീബുമായി വേർപിരിയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറയാണ്, യാ അബതാ അജാബ റബ്ബൻ ദാ, അല്ലാഹുവിന്റെ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി പോയ എന്റെ ഉപ്പ. യാ അബതാ മൻ ജന്നത്തുൽ ഫിർദൗസി മഅവാ, ആ ജന്നാത്തുൽ ഫിർദൗസിലെ താമസക്കാരനായ എന്റെ ഉപ്പ. യാ അബതാ ഇലാ ജിബ്രീല നന്നാ, ഏതൊരാളുടെ മരണവാർത്തയുമായിട്ടാണോ ജിബ്രീൽ വന്നത്, ഏതൊരാളുടെ മരണമാണോ ജിബ്രീൽ അറിയിച്ചത്, അങ്ങനെയുള്ളവനായ എന്റെ ഉപ്പ. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുമ്പോ ഹബീബിന്റെ കൂടെ 10 വർഷം ഭൃത്യനായി ജോലി ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു അതേ ഹബീബിനെ കബറടക്കിയിട്ട് മടങ്ങി വരികയാണ്. ഹബീബിനെ കബറടക്കി മടങ്ങി വരുന്ന അനസിനെ കാണുകയാണ് ആര്? മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉടൻ തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിക്കുകയാണ് അനസിനെ. വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, യാ അനസ് അതാബത് അൻഫുസുകും അൻ തഹ്തു വലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറാബ്. അനസേ, നിനക്കെങ്ങനെ സാധിച്ചടാ ഹബീബിന്റെ ഖബറിലേക്ക് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് മടങ്ങി വരാൻ? അനസേ, നിനക്കെങ്ങനെ സാധിച്ചടാ എന്ന് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസ് റളിയല്ലാഹു അൻഹു വിളിച്ച് ചോദിക്കാൻ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഈ മുസ്ലിം ഉമ്മത്തിനോട് നമ്മൾ ചോദിക്കാൻ, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിനക്കെങ്ങനെ സാധിക്കുന്നു ഹബീബ് വഫാത്തായ ദിവസത്തിൽ ഘോഷയാത്ര നടത്താൻ, ആനന്ദിക്കാൻ നിനക്കെങ്ങനെ സാധിക്കുന്നതാ? നിനക്കെങ്ങനെ അതിന് കഴിയുന്നു? നിനക്കെങ്ങനെ അതിന് സാധിക്കുന്നു? ലോകത്ത് ആരാ അത് ചെയ്തത്? ഈ അപരാധം ലോകത്ത് ആരാ ചെയ്തത്? മാന്യ മുസ്ലിമേ, ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിപ്പിച്ചപ്പോഴും പറഞ്ഞു, ഇന്ന് ഞാൻ പറയാം, ഈ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ചിലപ്പോൾ മഹല്ലില് ഖുതുബ ഓതുന്ന പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ ഒരു കിതാബ് ഉണ്ടാകും, നബാത്തി ഖുതുബ എന്ന പേരിൽ എഴുതി വെച്ചിരിക്കുന്ന. വെനിച്ച മാസം എന്നാണോ? അല്ല, നേരെ മറിച്ച് 2 വെള്ളിയാഴ്ചയാണ് ഈ ജനതയോട് പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഉസ്താദ് വിളിച്ചു പറഞ്ഞത്. എന്ത് വിളിച്ചു പറഞ്ഞു? ഓ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, വലഖദ് അതാഹു ഫീ മിത്ലി ശഹരികും ഹാദാ മിർ റുസുലി റബ്ബിഹിൽ കിറാം അൽ മുവക്കലീന ബിഖബ്ദി നുഫൂസിൽ ലനാം. ഓ ജനങ്ങളെ, ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ് നിങ്ങളുടെ നേതാവിന്റെ അടുക്കൽ, ഹബീബിന്റെ അടുക്കൽ മരണത്തിന്റെ മലക്കുകൾ കടന്നു വന്നത്. ഹബീബ് വഫാത്തായത് ഇതുപോലെയുള്ള റബീഉൽ അവ്വലിലാണ്. 2 വെള്ളിയാഴ്ചയാണ് ഉസ്താദ് പറഞ്ഞത്. റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ വേണ്ടി തോരണം കെട്ടിയിട്ട് വന്നിരിക്കുന്ന മുസ്ലിമിനോട് ഉസ്താദ് മിമ്പറിൽ നിന്ന് പറയാൻ, നിന്റെ നേതാവും വഫാത്തായ ഈ ലോകത്ത് നിന്ന് വേർപെട്ട മാസമാണതാ ഇത്. 2 പ്രാവശ്യം പറയാൻ. 2ാമത്തെ വെള്ളിയാഴ്ച ഉസ്താദ് ആ രംഗം ഇങ്ങനെ വിശദീകരിക്കാൻ, നബിയുടെ വേദന ഇങ്ങനെ പറയാൻ. പ്രവാചകന് വേദന കൊണ്ട് പ്രവാചകൻ വലത് കൈ നീട്ടുകയും ഇടത് കൈ ചുരുട്ടുകയും ചെയ്തു. വേദന കൊണ്ട് ഹബീബിന്റെ നെറ്റിത്തടം വിയർത്തുപോയി. ഹബീബിന്റെ നെറ്റിത്തടം വിയർത്തു. പ്രവാചകന്റെ നാഡിനരമ്പുകൾ വലിഞ്ഞു മുറുകി. ആ വേദന കണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. വാ കർബാ ലികർബിക യാ അബാ, ഉപ്പാ അങ്ങയുടെ വേദന എത്രമാത്രമാണ് ഉപ്പാ എന്ന് ചോദിച്ച മകൾ കരഞ്ഞു. ഫഅജാബഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് വദ്ദഅഹാ ബിളമ്മിഹാ ഇലൈഹി, തന്റെ മകളെ മാറോടടിപ്പിച്ചുകൊണ്ട് ആ റസൂൽ പറഞ്ഞു, മോളെ, ലാ കർബ ലാ അബീകി ബഅദൽ യൗം, ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉപ്പക്ക് വേദനയില്ല മോളെ. ഇതൊക്കെ വെള്ളിയാഴ്ച കഴിഞ്ഞ ഈ റബീഉൽ അവ്വൽ 2ാമത്തെ വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് നബാത്തി ഖുതുബ നോക്കിയിട്ട് ഉസ്താദ് ഓതുകയാണ്, വായിക്കാൻ. മാത്രമല്ല, ആ ഘട്ടത്തിൽ ആയിഷ ബീവി കരഞ്ഞു. അവിടുന്ന് ഹസനും ഹുസൈനും അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് തന്റെ മുന്നിൽ വന്നിരിക്കുന്ന ജനതയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പ്രസക്തമായ ചോദ്യം. എന്താ ചോദ്യം? ഹബീബിന്റെ വഫാത്ത് പറഞ്ഞിട്ട്, ഹബീബിന്റെ വേർപാട് പറഞ്ഞിട്ട്, ഈ വേദനയുടെ നിമിഷങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് ആരാടോ ഇവിടെ കരയാതിരിക്കുന്നത്? ആർക്കാടോ കരയാതിരിക്കാൻ കഴിയുക? എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ അറബി അറിയുന്ന, അറബി ഭാഷ അറിയുന്ന, അറബി ബലാഗ അറിയുന്ന, അതേ അറബി ഭാഷയെ ആഴത്തിൽ പഠിച്ച ആളുകളുണ്ടല്ലോ. എന്താണ് ആ വാചകത്തിന്റെ അർത്ഥം? എന്താണോ നഹീബ്, അത് ഉയരാത്തത് അഥവാ ഗദ്ഗതമുണ്ടാകാത്തത്? എന്താടാ നീ വിതുമ്പാത്തത്? എന്തേ നീ വിതുമ്പി വിതുമ്പി കരയാത്തത്? ഏത് കണ്ണാടോ ഇന്ന് നനയാതിരിക്കുന്നത്? ഞാനിത് പറഞ്ഞിട്ട് ഉസ്താദ് മിമ്പറിൽ നിന്ന് പറയാൻ, ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് ഏത് കണ്ണാടോ നനയാതിരിക്കുന്നത്? ആ റസൂലുള്ളാഹിന്റെ വേർപാടിന്റെ പേരിൽ ഏത് കൽബാണോ ദുഃഖിക്കാതിരിക്കുന്നത്? ഉസ്താദ് ചോദിക്കണം, എന്താടാ ദുഃഖിക്കാത്തത്? എന്താടാ കരയാത്തത്? എന്താടാ വിതുമ്പാത്തത്? ആരോടെ ചോദിക്കുന്നത്? ആരോടെ ചോദിക്കണത്? ഇത് ഈ ജനത തിരിച്ചറിഞ്ഞെങ്കിൽ, ഇതാണ് ഉസ്താദ് എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഖൗം അറിഞ്ഞിരുന്നെങ്കിൽ, ഇതാണ് ഞാൻ പറയുന്നത് എന്ന് ഈ ഖത്തീബ് അറിഞ്ഞിരുന്നെങ്കിൽ, മനസ്സഹോദരങ്ങൾ, നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും?
നമുക്കെങ്ങനെ ആനന്ദിക്കാൻ കഴിയും? ഇല്ലെങ്കിൽ പറയട്ടെ മനസ്സോ, ഞാനിപ്പോ പോല പ്രസംഗം കഴിഞ്ഞിട്ടേ പോളൂ. അടുത്ത പള്ളിയിൽ ചെന്നിട്ട് മിമ്പറിൽ ഓതുന്ന നബാത്തി ഖുത്ബ ഉണ്ടോ? ഇത് മൗലവി പറഞ്ഞതുപോലെ അതിലുണ്ടോ? ഇല്ലെങ്കിൽ വാ, ഖുത്ബ കിതാബ് എടുത്തു വാ, എന്നിട്ട് പറ മൗലവി നിങ്ങൾ പറഞ്ഞതിലില്ല, അത് വെറുതെ പറഞ്ഞതാ, നബാത്തി ഖുത്ബയിൽ അങ്ങനെ പറയുന്നില്ല, അവിടെ സന്തോഷിക്കാനാ പറയുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ പോ മനുഷ്യ, ഹബീബിന്റെ പേരിൽ പോ, റസൂലുള്ളാഹിന്റെ പേരിൽ പോ, എന്നിട്ട് പള്ളിയിൽ ചെല്ല്, ഏഴെടുത്ത് നോക്ക്. അല്ലെങ്കിൽ ഉസ്താദിനോട് ചോദിക്കും ഇങ്ങനെ ഉണ്ടോ? രണ്ടാമത്തെ വെള്ളിയാഴ്ച ഇങ്ങനെ ഞങ്ങളോട് ചോദിക്കുന്നുണ്ടോ ഉസ്താദേ? അതെങ്കിലും ചോദിക്കണ്ടേ? നമ്മുടെ ഹബീബിന് വേണ്ടി അതെങ്കിലും മാന്യമുമിനെ നമ്മൾ ചെയ്യണ്ടേ? അതെങ്കിലും ചെയ്യണ്ടേ? അതെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? എന്നിട്ടും ഈ സമുദായത്തിലെ ഉലമാക്കൾ നമ്മളോട് പറഞ്ഞതെന്നറിയോ? നിങ്ങളൊരു ഉസ്താദിനെ കണ്ടിട്ട് ചോദിക്കുക, ഒരു കാലിയെ കണ്ടിട്ട് ചോദിക്കുക, അല്ല ഉസ്താദ് നമ്മളെല്ലാവരും ഗംഭീരമായി നമ്മുടെ മഹൽ ആഘോഷിച്ചല്ലോ, സെക്രട്ടറി വിളിക്കുക, പ്രസിഡന്റ് വിളിക്കുക, വളരെ ഉഷാറായിരുന്നു നബിദിനമൊക്കെ, നമ്മളൊക്കെ ആഘോഷിച്ചല്ലോ. നമ്മുടെ ഹബീബ് വഫാത്തായത് തീയതി എപ്പോഴാ? സെക്രട്ടറി പറയട്ടെ, പ്രസിഡന്റ് പറയട്ടെ, നമ്മളെല്ലാവരും ചെലവിന് കൊടുക്കുന്ന ഖത്തീബ് പറയട്ടെ, മാസവരി കൊടുത്ത് ശമ്പളം തികച്ചെണ്ണി കൊടുക്കുന്ന ഖത്തീബ് പറയട്ടെ, മുഅദ്ദിൻ പറയട്ടെ, എപ്പോഴാ നമ്മുടെ ഹബീബ് വഫാത്തായത്? എപ്പോഴാ വഫാത്തായത്? അതൊന്ന് പറഞ്ഞതാ. അവര് ഇൽമുള്ളവരാണെങ്കിൽ, ഇസ്ലാമിക് ചരിത്രം അറിയുന്നവരാണെങ്കിൽ അവർ പറയും അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച.